ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി പോസിറ്റീവ് വിത്ത് ശൈലു എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വെള്ളിയാഴ്ച ദിവസം ഒരു 10 മണി വരെയുള്ള ഇന്നത്തെ റൂട്ടീൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. മഴക്കാലമൊക്കെ വരുമല്ലേ, അപ്പോൾ വിറകടുപ്പിൽ തീ എത്തിക്കാറുണ്ട്. ഞങ്ങൾ അരി അടുപ്പത്തിടുന്നത് വിറകടുപ്പിലാണ്. അപ്പോൾ കുറച്ച് മടക്കരയൊക്കെ ചാടി കിടപ്പുണ്ടായിരുന്നു, അതൊക്കെ വെട്ടി അവിടെ ആടിൻ്റെ കൂടെ ഒഴിവായിട്ട് കിടക്കുന്നുണ്ട്, അതിനകത്ത് കയറ്റി വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിറകടുപ്പിൽ തീ എത്തിക്കണത്. അപ്പോൾ അരി അടുപ്പത്തിട്ടിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒരു 2-3 കമ്പെടുത്ത് കൊണ്ടുപോയി അടുക്കളയുടെ അവിടെ കൊണ്ടുപോയി അടുപ്പിൽ വയ്ക്കാം. അപ്പോൾ അങ്ങനെ അതുമായിട്ട് പോവാട്ടോ. രാവിലെ മുറ്റത്ത് പുല്ല് പറിച്ചപ്പോൾ കുറച്ച് ചീര മുളച്ചിരിപ്പുണ്ടായിരുന്നു. അതൊക്കെ പറിച്ച് കളഞ്ഞപ്പോൾ അതെടുത്തുകൊണ്ട് വന്ന് രാവിലത്തെ തോരനാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അത് നന്നാക്കുവാണ് കേട്ടോ. വെള്ളച്ചീര അതിങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. അത് ചുമ്മാ കൊണ്ടുവന്ന് ഇട്ടാൽ മതി, യാതൊരു വളപ്രയോഗം നടത്തേണ്ട ആവശ്യമില്ല അതിന്. ടൈൽസിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ അത് മുളച്ച് നിന്ന് അത് പറിച്ചു കൊണ്ടുവന്നിട്ട് തോരനുണ്ടാക്കാൻ വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്.
എത്ര വലിയ ചീരയാന്ന് നോക്കിക്കേ, നല്ല പൊക്കമുണ്ട് കേട്ടോ അതിനെ, കണ്ടില്ലേ? ചുമ്മാ ഇങ്ങനെ ഒത്തിരി വലുതായി നിൽക്കും. നമ്മൾ അതിൽ നിന്ന് കുറച്ച് തുമ്പ് മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ നിർത്തുവാണെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ടാവും കേട്ടോ. ഇവിടെ കാട് പിടിച്ച് ഉണ്ടാക്കണോണ്ടാണ് ഞങ്ങളത് പറിച്ച് കളഞ്ഞത്. കളയുമ്പോൾ അത് ഉപകാരത്തിൽ കൊള്ളിക്കണമല്ലോ എന്നോർത്ത് അത് തോരനുണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോഴാണ് അരി വെന്ത വിവരം ഓർത്തത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അരി വാങ്ങി വാർക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ രാവിലത്തെ ധൃതി പിടിച്ച പണികളാണ് കേട്ടോ ഇതെല്ലാം. പുകയില്ലാത്ത അടുപ്പാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുപ്പ് നമ്മൾ തീ കത്തിച്ച അടുപ്പ് മൂടി വയ്ക്കണം. അതിൽ നിന്ന് കലം എടുത്ത് കഴിയുമ്പോൾ അത് മൂടി വയ്ക്കണം, അല്ലെങ്കിൽ അവിടെ മുഴുവൻ പുക വരും. അതുപോലെ തന്നെ നമ്മൾ തീ കത്തിക്കുമ്പോൾ തന്നെ കലം എടുത്തും വെക്കണം, അല്ലെങ്കിൽ ആ മുറി നിറച്ചും പുക വരും. പുകയില്ലാത്ത അടുപ്പാണ്. അപ്പോൾ അടുപ്പ് തുറന്നു എടുത്തു കഴിഞ്ഞാൽ പുക വരും കേട്ടോ. അത് പുകയല്ല കേട്ടോ പോണത്, നീരാവിയാണ് കേട്ടോ. ചോറിനകത്തു നിന്നുള്ള ആവിയാണ് പോണത്. അപ്പോൾ അടുത്ത പണിയിലേക്ക് നീങ്ങാം. ഓവിൽ ഊറ്റുന്നത് പാളയിൽ ഊറ്റുക എന്ന് പറഞ്ഞ പോലെ കളയണ സാധനം ഉപകാരപ്രദമാണല്ലോ. അതിൻ്റെ ചീരയുടെ തണ്ടൊക്കെ അതിൻ്റെ അരിയും എല്ലാം ഉണ്ട് അതിനകത്ത്. അപ്പോൾ അത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ അവിടെ വീണ്ടും ചീരയില ഉണ്ടായിക്കോളും. അപ്പോൾ ചെന്നപ്പോഴാണ് വാതിലടച്ചേക്കണം. പിന്നെ വാതിൽ തുറന്ന് പോയി അത് കൊണ്ടുപോയി കളഞ്ഞു കേട്ടോ. അപ്പോൾ അതാണ് എന്നെ കാത്ത് അവിടെ ഇങ്ങനെ വാതൊക്കെ എപ്പോഴും ഉണ്ടാവും 2 പേര്. ഇപ്പോൾ ഒരാളെ കണ്ടുള്ളൂ. ഇനി എൻ്റെ പുറകെ തന്നെ ഇങ്ങനെ വരും. ഞാൻ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പിന്നാലെ ഇങ്ങനെ കൂടും. നമ്മൾ നോക്കിയില്ലെങ്കിൽ തട്ടി വീഴുകയും ചെയ്യും. അവരിങ്ങനെ എപ്പോഴും ഓടി ഫ്രണ്ടിൽ വന്ന് നിൽക്കും. ഇത് നേരത്തെ ചീരയിട്ട് മുളച്ചതാട്ടോ. അത് പറിച്ചെടുത്തു. ഇനി ഇതുപോലെ കൊണ്ടുപോയി നമുക്കിതും അതുപോലെ കൊണ്ടുവന്നിടാം. അപ്പോൾ അതും ചെറുതായിട്ട് പൊങ്ങി വന്ന് ഉപയോഗിക്കാറാകുമ്പോൾ നമുക്ക് മുറിച്ചെടുത്ത് ഉപയോഗിക്കാം. അങ്ങനെ അത് കൊണ്ടുവന്ന് മുൻവശത്ത് കുറച്ച് വെയിലുള്ള സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുപോയി ഇടാം നമുക്ക്. അപ്പം അങ്ങനെ അത് കൊണ്ടുവന്ന് അവിടെ ഇടാൻ പോകണം കേട്ടോ. അപ്പോൾ ഇത് സപ്പോർട്ട കായ ഉണ്ടായേക്കണം. ചെറിയ കായ അതുകൊണ്ട് അത് വലിയ കാര്യമായിട്ട് കഴിക്കാനൊന്നും അതിനകത്തില്ല. എന്നാലും അത്യാവശ്യം സപ്പോർട്ടപ്പഴമാണല്ലോ എന്ന് വിചാരിച്ച് നിർത്തിയേക്കണയാണ്. അപ്പോൾ അങ്ങനെ അത് അവിടെ കൊണ്ടുവന്ന് ഇട്ടു. ഇനി അങ്ങനെ പോന്നപ്പോഴാണ് അവിടെ മൾബറി നിൽക്കണ കാര്യം ഓർത്ത് കേട്ടോ. അപ്പോൾ അങ്ങനെ മൾബറി പഴം പറിക്കാമെന്ന് വിചാരിച്ചു. നല്ല ഇഷ്ടംപോലെ മൾബറി പഴം ഉണ്ടാവും കേട്ടോ. ഇതുപോലെ ഒരു കൊമ്പ് കുത്തി കഴിഞ്ഞാൽ ധാരാളം മൾബറി പറിച്ച് ഉപയോഗിക്കാം കേട്ടോ. ഈ ബെറികളെല്ലാം നമ്മുടെ ഹെൽത്തിക്ക് നല്ലതാണ്, ഹെൽത്തിന് നല്ലതാണ് കേട്ടോ. സ്ട്രോബെറി, ബ്ലൂബെറി, മൾബറി എല്ലാം നല്ലതാണ്. കണ്ടില്ലേ, ആ കൂടെ വന്നിട്ട് ആ മൾബറി പറിക്കുന്നതിൻ്റെ മുകളിൽ കയറി. എപ്പോൾ വന്നാലും അതെ കൂടെ ഉണ്ടാവും, ആ കമ്പയിൽ കയറും. 2 പേര് ഉണ്ട്. 4 പേരുണ്ടായിരുന്നു, ഒരെണ്ണം ചത്തുപോയി. 3 എണ്ണം ഉണ്ട്. 2 എണ്ണം എപ്പോഴും ഇതുപോലെ മരത്തിൽ കയറി കളിക്കൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് മൾബറിപ്പഴം പറിച്ചെടുക്കാം. ഇഷ്ടംപോലെ കിളികളും വരും കേട്ടോ ഇത് പഴങ്ങൾ തിന്നാനായിട്ട്.
അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എടാ എന്തി മൾബറി പറിക്കാൻ കയറിയതാണോ? അതെയാ, അമ്മ ചാച്ചതാട്ടെ, ഞാൻ പറിക്കാം. ആ അപ്പോൾ ലൈവായിട്ട് പറിച്ച പഴം ലൈവായിട്ട് തന്നെ നമുക്ക് തിന്ന് തീർക്കാം. ഇത് വെച്ചേർന്നാൽ കൊള്ളില്ല, അല്ലെങ്കിൽ പിന്നെ ഫ്രിഡ്ജിലൊക്കെ വെച്ചേക്കണം. ഇവിടെ ആർക്കും ഇത് ഇഷ്ടമൊന്നുമല്ല. ഇത് മുഴുവനും ഞാനാണ് പറിച്ച് തിന്നണത്. അത് രാവിലെയും പറിച്ച് തിന്നും, വൈകിട്ട് വരുമ്പോഴും പറിച്ച് തിന്നും. ഇത് പെട്ടെന്ന് കറുത്ത് വരും കേട്ടോ. അത് എന്ന് ഏതാണ്ട് ഒരു വാളം മൾബറി തിന്നുന്നുണ്ട്. രാവിലെയും കഴിക്കും, അതുപോലെ തന്നെ വൈകുന്നേരം കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ജ്യൂസ് അടിക്കാനും നല്ല. സ്റ്റാൻഡ് ഇപ്പം നീ മറിച്ച് കളഞ്ഞാലോ? എന്താടാ? അവന് അവിടെയും വന്ന് കയറി കിടന്നു. ഇത് കണ്ടില്ലേ, ഈ കലത്തിനകത്ത് ഞാൻ ഇട്ട് വെച്ചേക്കണത് ഇത് കാച്ചിലുണ്ടല്ലോ, കാച്ചിലിൻ്റെ തണ്ടയിൽ ഉണ്ടായ സാധനം കേട്ടോ. ഇത് കാച്ചിൽ പോലെ തന്നെ സാധനം. ഇത് കറി വയ്ക്കാനും പുഴുങ്ങാനൊക്കെ നല്ലതാണെന്ന് പറയണ കേട്ടോ. അതുകൊണ്ട് ഞാനൊരു പാത്രത്തിലിട്ട് വെച്ചതാണ്. അപ്പടി ഉറുമ്പ് കയറിയേക്കോ. അവിടെ എന്തോ ഒരു ഉറുമ്പിൻ്റെ ശല്യമാണെന്നറിയാവോ? ആ കയ്യിൽ കാണുന്നത് മൾബറിയുടെ റെഡ് കളറാട്ടോ, കണ്ടില്ലേ? ഇത് നമുക്ക് ഒരു ദിവസം ഇത് കറി വയ്ക്കാം. ഇനി ഉറുമ്പൊന്നും തിന്നൊന്നുമില്ല. അപ്പോൾ വല്ല മണ്ണോ ചെളിയൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് ഓർത്ത് കുറച്ച് നേരം വെള്ളത്തിലിട്ടിറന്ന് ചീരാല നമുക്ക് അലമ്പി കഴുകിയെടുക്കാം. ഇതുപോലൊരു അരിപ്പ പാത്രം എടുത്ത് അതിനകത്തേക്ക് ഇട്ടിട്ട് നമ്മൾ വെള്ളം നേരിട്ട് ഒഴിച്ചിട്ട് കഴുകുകയാണെങ്കിൽ അതിനകത്ത് ചെറിയ ചെറിയ മണ്ണിലും എല്ലാം മഴ പെയ്ത് തെറിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊക്കോളൂ കേട്ടോ. പിന്നെ നമുക്കത് കഴുകി എടുക്കാം.
അപ്പോൾ ഒരു പലകയിൽ വെച്ച് അത് അരിഞ്ഞെടുക്കാം കേട്ടോ. ഈ പ്ലാസ്റ്റിക്കിൻ്റെ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് അരിയാനുള്ള കട്ടിംഗ് ബോർഡ് വാങ്ങണത് അത്ര ഹെൽത്തി അല്ല കേട്ടോ. നമ്മളത് അരിയുമ്പോഴെല്ലാം ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് അതിൻ്റെ കൂടെ ചേരും. എനിക്ക് ചീരയില അരിഞ്ഞിടണമെന്നല്ല ഇഷ്ടം, എനിക്ക് പിച്ചി പിച്ചി ഇടുന്നതാണ് ഇഷ്ടം. പക്ഷേ ഇവിടെ മറ്റുള്ളവർക്ക് അരിയണതാണ് ഇഷ്ടം, അങ്ങനെ കട്ടയായിട്ട് കിടക്കണ ഇഷ്ടമല്ല. അതുകൊണ്ടൊന്ന് അരിഞ്ഞിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാം അരിഞ്ഞൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു മണ്ണിൻ്റെ ചീനച്ചട്ടിയിൽ എങ്ങനെ പാചകം ചെയ്യാം എന്ന് നോക്കാം കേട്ടോ. മണ്ണിൻ്റെ ചീനച്ചട്ടിയിൽ പാചകം ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് ചക്കപ്പുഴുക്കൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്ന് മണ്ണിൻ്റെ ചീനച്ചട്ടി ഉപയോഗിക്കാം നമുക്ക്. ആദ്യം തന്നെ അതിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് തീ തുടിപ്പിക്കാൻ നോക്കിയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ആവണില്ല, എന്താണെന്നറിയില്ല. അപ്പോൾ കുറച്ച് നേരം അങ്ങ് തുറന്ന് വിട്ടിട്ട് ലൈറ്റർ കത്തിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ശരി. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ കേട്ടോ പാചകത്തിന് ഏറ്റവും രുചികരമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ആദ്യം ഇട്ട് കൊടുക്കണം. പിന്നെ ചുവന്നുള്ളി അരിഞ്ഞത്, ഞാൻ കുറച്ചാട്ടോ ചുവന്നുള്ളിക്ക് ഇടാറുള്ളൂ. എനിക്ക് തൊണ്ട് വിളിക്കാൻ ഭയങ്കര മടിയാണ്, അത് കാരണമാണ്. അപ്പം നമുക്കത് വഴറ്റിയെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ അടുത്തതൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം പച്ചമുളക് ഇട്ടു, പിന്നെ അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നപ്പോൾ ചുവന്നുള്ളി ഇട്ടു. ഇനി ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മൂത്ത് വരുന്നവരെ ഇളക്കി കൊടുക്കാം.
അതിലേക്ക് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇടുന്നതായിരിക്കും കേട്ടോ ടേസ്റ്റ്. ആ തേങ്ങ ഇട്ടിട്ട് ഒരു സ്വല്പം ഉപ്പൊഴിച്ച് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് വേണം അടുത്ത ചീരയിൽ ഇടാനായിട്ട്. എന്നാലാണ് ആ തേങ്ങയ്ക്കൊക്കെ ഒരു ഉപ്പ് പിടിക്കുകയുള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കല്ലുപ്പാണ് യൂസ് ചെയ്യണതെന്ന്. കല്ലുപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് അതിൻ്റെ നീരാണ് കേട്ടോ ഇങ്ങനെ തോരന് വേണ്ടിയിട്ടൊക്കെ ഒഴിക്കണത്. കല്ലുപ്പ് തോരനിലേക്കൊന്നും ഇട്ട് കൊടുക്കരുത് കേട്ടോ. കല്ലുപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിക്കും ഉരുകി വരില്ല, അതിടയ്ക്ക് കടിക്കും. അതുകൊണ്ട് കല്ലുപ്പ് ഇട്ട് കൊടുക്കരുത്, ഉപ്പ് നീരൊഴിച്ച് കൊടുക്കണം. കറിക്കകത്താണെങ്കിൽ കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ചീരയില ഇട്ട് കൊടുക്കാം. കുറേ ഉണ്ട്, അതിനകത്ത് മെത്തി നിൽക്കും. അത് സാരമില്ല, അത് വേവുമ്പോൾ ഒതുങ്ങിക്കോളും. ഇനി അതിൻ്റെ മേലെ കുറച്ചുകൂടെ ഉപ്പ് ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ചാട്ടോ ഒഴിക്കാവുള്ളൂ, എല്ലാം കൂടെ കൂടിയിട്ട് ഉപ്പ് അധികം ആകരുത്. ഞാൻ മിക്കവാറും തന്നെ ഇല തോരനുണ്ടാക്കുമ്പോൾ ഉപ്പ് അധികമാവും. ഉപ്പ് കുറച്ച് ഒഴിക്കാവുള്ളൂ. ഉപ്പ് പോരെങ്കിൽ പിന്നെ നമുക്ക് ഒഴിക്കാം. അധികമായി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, പിന്നെയും തേങ്ങ ഇടേണ്ടി വരും. അപ്പം നമുക്കത് ഇളക്കി മൂടി വേവിക്കാം. ഞാൻ ഒരു മണ്ണിൻ്റെ മൂടിയുടെ കാര്യം ഇപ്പോഴാണ് ഞാൻ ഓർക്കണത്. മണ്ണിൻ്റെ മൂടി ഉണ്ട്. മണ്ണിൻ്റെ മൂടി കൊണ്ട് തന്നെ മൂടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പച്ചക്കറിയൊക്കെ വെന്ത് കിട്ടും കേട്ടോ. അത് നല്ല രുചികരമാണ്. മൂടി വെക്കണതിന് വരെ രുചിക്ക് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമുക്ക് മൺപാത്രം വെച്ച് തന്നെ മൂടി കൊടുക്കാം. ഇല തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് കയ്യിൽ ഉപയോഗിച്ചിട്ടാണ് ഞാനിങ്ങനെ ഇളക്കിയിടുന്നത്. അപ്പോൾ ഈവനായിട്ട് എല്ലായിടത്തും ഉപ്പൊക്കെ പിടിച്ചോളൂ കേട്ടോ. കട്ട പിടിക്കാതെ ഇരിക്കുകയും ചെയ്യും. ചിരട്ടത്തവിയുടെ കണ, ഈ ചിരട്ടത്തവി ആട്ടോ ഞാൻ ചോറിലൊക്കെ ഇടാനായിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ കൂടുതലും മൺപാത്രങ്ങൾ, അതുപോലെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി, ഇരുമ്പിൻ്റെ ചട്ടകം, അങ്ങനെയൊക്കെ ആട്ടോ ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ മണ്ണിൻ്റെ ചട്ടി ആയതുകൊണ്ടാണ് ഈ ചട്ടകം ഉപയോഗിച്ചത്. കാരണം ഇരുമ്പ് ചട്ടകം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ചട്ടി പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അത് കാരണമാണ് ഈ ചട്ടകം ഉപയോഗിച്ചത് കേട്ടോ. ഇരുമ്പിൻ ചട്ടിയാണെങ്കിൽ ഞാൻ ഇരുമ്പ് ചട്ടകമാണ് ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ തോരനൊക്കെ റെഡിയായി. അപ്പോൾ ഞാൻ പോകാനായിട്ട് റെഡിയായി, കുളിച്ച് ഡ്രസ്സൊക്കെ മാറി. എനിക്ക് ഇൻറ്റേൺഷിപ്പുള്ള ദിവസമാണ്. ഇൻറ്റേൺഷിപ്പിന് പോകണം. വില്ലേജ് ഓഫീസിലാണ് ഇൻറ്റേൺഷിപ്പ്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയാണ് ധൃതി പിടിച്ച് ഈ പാചകം എല്ലാം ചെയ്തത്. അപ്പോൾ ഞാൻ റെഡിയായിട്ട് ഇനി പോകുക കേട്ടോ. അപ്പം നമുക്ക് കാണാം. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിശേഷവുമായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടുകൂടി നന്ദി, നമസ്കാരം.
അപ്പം അങ്ങനെ ഗേറ്റിന് വെളിയിൽ കടന്നു കഴിഞ്ഞപ്പോഴാണ് അവിടെ ഈ പത്രം ഇടണതും ലെറ്റർ കൊണ്ടുവന്ന് ഇടുന്ന ഒരു കുഴൽ അവിടെ വച്ചിട്ടുണ്ട്. അതിനകത്തൊരു എന്തോ ഒരു നോട്ടീസ് കണ്ടത്. അത് കൊണ്ടുവന്ന് ഇവിടെ ഇടാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ